ഹോസ്പിറ്റലിൽ വിജയപത്മൻ ജാനകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയപത്മൻ പറയുന്നുണ്ട്, ജാനകി ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം പണയം വെച്ചു. ഇനി ബിൽ വന്നാലേ സമാധാനമാകൂ. ശരിക്കും ക്യാഷിൻ്റെ വില അറിയുന്നത് ഇപ്പോഴാണ്. എനിക്ക് ക്യാഷ് തരാനുള്ളവരൊക്കെ കൈയൊഴിഞ്ഞു. ഇപ്പം അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന്. വാങ്ങിക്കൊണ്ട് പോകാൻ അവർക്കൊക്കെ എന്ത് ഉത്സാഹമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാൻ പപ്പേട്ടനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ലായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, അനുഭവമാണല്ലോ ഗുരു, ഇനി ഞാൻ നോക്കിക്കോളാം. എന്താ വേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ജാനകി. ഒരുപാട് കടങ്ങളില്ലേ, എങ്ങനെ നമ്മളതെല്ലാം വീട്ടും? നമുക്ക് ആ കുടുംബ വീട് വാടകക്കാരോട് ഒഴിച്ചതിന് ശേഷം അത് വിറ്റാലും ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടതും ജാനകിക്ക് താല്പര്യമില്ല. അവൾ പറയുന്നുണ്ട്, അതെനിക്ക് എൻ്റെ അച്ഛൻ തന്ന സ്വത്താണ്, അതൊരിക്കലും വിൽക്കാൻ പാടില്ല പപ്പേട്ട എന്നൊക്കെ പറയാം കേട്ടോ. 2 കോടി രൂപയാണ് എനിക്ക് കൊടുക്കാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കെയർ ഓഫിൽ അവിടെ എന്നെ വിശ്വസിച്ചാണ് അവർ വിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം പറയാൻ ബാധ്യസ്ഥൻ ഞാൻ തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ പപ്പേട്ട, നമ്മളും അധ്വാനിച്ച് ഉണ്ടാക്കിയത് തന്നെ അല്ലേ, ക്യാഷല്ലേ. വിജയപത്മൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ചികിത്സ കൊണ്ട് നിനക്ക് എന്തായാലും നല്ല മാറ്റമുണ്ട് ജാനകി. പിന്നീട് ജാനകി പൊട്ടിക്കരയാൻ കേട്ടോ. എന്നാലും എനിക്ക് വയ്യാതായിട്ട് ആ പ്രതീക്ഷ ഒന്നും വന്നില്ലല്ലോ പപ്പേട്ട, പ്രാർത്ഥനയും ഇവിടെ വരെ ഒന്നും വന്നില്ല. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, സ്വന്തം മക്കൾക്ക് പോലും നമ്മളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, ഇതാണ് അറിവുള്ളവർ പറയുന്നത്, മക്കളെ വളർത്തുമ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അറിയിച്ച് വളർത്തണമെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറയാൻ കേട്ടോ. ജാനകി ആട്ടെ കിടന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ കുറ്റബോധമുണ്ട്, ചെറുതായിട്ട് മനസ്സിനൊക്കെ ഒരു മാറ്റമുണ്ട്. യഥാർത്ഥ മക്കളുടെയും എല്ലാവരുടെ സ്വഭാവം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പിന്നീട് ഭാവനയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഭാവന ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കുന്നുണ്ട്. ആ സമയത്ത് സൂര്യ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് സൂര്യ വരുന്നുണ്ട്, ഓഫീസിൽ ഒരുപാട് വർക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഭാവന പറയുന്നുണ്ട്, ഇന്ന് സേതുവേട്ടനും മായച്ചിയും വന്നിരുന്നു നമ്മുടെ വിരുന്നിന് വിളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നാളെ രാവിലെ തന്നെ പോയാലോ, സൂര്യക്ക് നാളെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഒന്നുമില്ല, നീ പറയും പോലെ ചെയ്യാമെന്ന് പറയാണ്. എല്ലാം എൻ്റെ വല്യമ്മയുടെ കാര്യം എന്തായാലും ചോദിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് വീട്ടിൽ പോയതിന് ശേഷം വല്യമ്മയുടെ അടുത്തൊന്ന് കയറണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, എനിക്ക് അവരെ കാണുന്നത് ദേഷ്യമാണെന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയേണ്ടത്, എന്തായാലും നമുക്കൊന്ന് കയറാം, സുഖമില്ലാതെ കിടക്കുകയല്ലേ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഭാവന പറയുന്നുണ്ട്, സൂര്യ, ഇന്ന് അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം ഇവിടെ ഉണ്ടായി. ഇന്ന് സേതുവേട്ടൻ വിരുന്നിന് വിളിച്ചപ്പോൾ അമ്മ മാനസിയെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് സേതുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല, സേതുവേട്ടൻ അത് വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാനിവിടെ സേതുവേട്ടൻ്റെ ഭാഗത്താണ്. നമ്മുടെ സ്വകാര്യ യാത്രകളിലേക്ക് എന്തിനാണ് മാനസയെ കൂട്ടുന്നത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, മാനസ് നമുക്ക് അന്യരാരുമല്ലല്ലോ, നമ്മുടെ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെയല്ലേ, അവൾ വരുന്നത് കൊണ്ട് എന്താ പ്രശ്നം, അതും എൻ്റെ വീട്ടിലേക്കല്ലേ എന്നൊക്കെ പറയാം കേട്ടോ ഭാവന. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഫാമിലി എല്ലാവരും പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ മാനസയും കൂട്ടാം, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ മാത്രമുള്ളിടത്തേക്ക് മറ്റൊരാൾ വേണ്ട, നമുക്കും വേണ്ട അല്പം പ്രൈവസി എന്നൊക്കെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ചിരി വരികയാണ്. പിന്നീട് സൂര്യ ഭാവന റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. സൂര്യ ഭാവനയോട് പറയുന്നുണ്ട്, ഇന്നത്തെ ഈ സാരി നിനക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ, നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന പ്രത്യേക രസമാണ്, എന്തൊക്കെ പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു മൂഡിലേക്ക് പോവുകയാണ്. ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്നും മാനസിങ്ങനെ വാച്ച് ചെയ്യാൻ കേട്ടോ. അവൾക്ക് വല്ലാണ്ട് അസൂയ വരുന്നുണ്ട് കേട്ടോ ഇവരുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അവളും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ഇവിടെ പിടിച്ചു നിന്ന് മറ്റൊരു മാർഗവുമില്ല വേറെ എന്ന് പറയാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സൂര്യയും മാനസും കൂടി വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ അവർ റെഡി ആയതിനു ശേഷം പരസ്പരം കണ്ണോട് കണ്ണൊക്കെ നോക്കി ഒരു ഉമ്മക്ക് കൊടുത്ത് നല്ല നല്ല സംസാരിച്ചിരിക്കുകയാണ്. പിന്നീട് അവർ ജയോടും ദേവനോടും മാനസയോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും വിരുന്നിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ജയയുടെ മുഖത്ത് ഭയങ്കര വിഷമമാണ് കേട്ടോ, ഭാവനയായിട്ടുള്ള ദേഷ്യമൊക്കെ കാണുന്നുണ്ട്. മാത്രവുമല്ല മാനസിക്കാണെങ്കിലോ അസൂയ തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ സന്തോഷം അത്ര അധികകാലം നീണ്ടു നിൽക്കില്ല, ഞാൻ കാണിച്ചു തരാം, എല്ലാത്തിനും ഇത് ഞാൻ വഴിയുണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മാനസ. അങ്ങനെ ദേവനും അവരെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കുകയാണ്. നിങ്ങൾ പോയി വരൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിടുകയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി പോവുകയാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക്. അവിടെയാണെങ്കിലോ ഗായത്രി അമ്മയും മായയും സേതുവും അരുന്ധതി ഭരതൻ എല്ലാവരും നല്ല സന്തോഷപൂർവ്വം ഇവരെ വരവേൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷപൂർവ്വം കൊച്ചു കൊച്ചു തമാശ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് സൂര്യയുമായിട്ട്. ആ സമയത്ത് മായേച്ചി ഭാവനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഭാവന, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ആ മാനസയെ അധികം അവിടെ നിർത്തുന്നത് ശരിയല്ല ഭാവന. നീ അവളെ കണ്ണു മടത്തി വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ നിന്റെ വിശ്വാസം തെറ്റാണെന്ന് നീ അറിയുമ്പോഴേക്കും ഒരു പക്ഷെ നിനക്ക് നിന്റെ ജീവിതം കൈവിട്ട് പോയേക്കാം. എനിക്കെന്തോ അവളുടെ ആ ഒരു രീതിയിലൊന്നും അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല. അവർ ഓവറായിട്ട് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് എന്നൊരു സംശയമുണ്ടെന്നൊക്കെ പറയാണ്. മാത്രവുമല്ല ഇതേ കാര്യം തന്നെയാണ് സേതുവേട്ടൻ പറയുന്നത്. ഇന്നലെ അമ്മയോട് സേതുവേട്ടൻ പറഞ്ഞതേയുള്ളൂ മാനസയുടെ കാര്യങ്ങളൊക്കെ. ഇന്ന് നീ വരുമ്പോൾ നിന്നോട് അത് സൂചിപ്പിക്കാനും സേതുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മായേച്ചി, പക്ഷേ ഞാനായിട്ട് ഈ കാര്യം പറയില്ല, അത് പിന്നീട് വേറൊരു പ്രശ്നത്തിലേക്ക് നീളും. മാത്രവുമല്ല ഭാവന അവിടെ നിൽക്കുന്നത് ആൻറ്റിക്ക് വലിയൊരു ആശ്വാസമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മായേച്ചി. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഭാവന ഒന്നും മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ മായ. പിന്നീട് അവിടെ നിന്നും സന്തോഷപൂർവ്വം തന്നെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവർ വരുന്ന വഴിക്ക് ജാനകിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ കേട്ടോ. ഭാവനയും സൂര്യയും കൂടി റൂമിലെത്തിയ ടൈമിൽ വിജയപത്മൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ആവട്ടെ വെള്ളം എടുക്കാൻ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കട്ടിലിൽ നിന്നും ഒന്ന് നീങ്ങാൻ ശ്രമിക്കാൻ കേട്ടോ. അവർ നീങ്ങുന്നതിനിടെ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഭാവനയും സൂര്യയും അവിടേക്ക് വരുന്നത് കേട്ടോ. അയ്യോ വല്യമ്മേ എന്ന് വിളിച്ചിട്ട് ഭാവന അവിടേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ ജാനകിയെ സൂര്യയുടെ സഹായത്തോട് കൂടിയിട്ട് ഭാവന വീണ്ടും ബെഡിൽ കിടത്തുകയാണ് കേട്ടോ. സൂര്യയെ വിളിക്കുന്ന സമയത്ത് സൂര്യ പറയുന്നുണ്ട്, അവരവിടെ വീഴേ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞാനില്ല ഭാവന അവിടേക്ക്, എനിക്ക് അവരുടെ മുഖം കാണുന്നത് വെറുപ്പാണെന്ന് പറയാട്ടോ. ശത്രു ആയാലും ഒരു കൈ സഹായത്തിന് വിളിച്ചാൽ എങ്ങനെ പറ്റില്ലെന്ന് പറയാം സൂര്യ, നീ വാ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ സൂര്യയെ ജാനകിയെ പൊക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചിരുന്നത് ഭാവന. അങ്ങനെ ജാനകിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ഭാവനയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ. ജാനകി പറയുന്നുണ്ട്, ഭാവനെ, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ ഈ അവസ്ഥക്ക് കാരണം എൻ്റെ അഹങ്കാരമാണ്. എല്ലാം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. മോൾ എന്നോട് ക്ഷമിക്കണം. അവസാനം എനിക്കൊരു സഹായത്തിന് വേണ്ടി മോൾ തന്നെ എത്തിയല്ലോ. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ കുറ്റബോധത്തിൽ ജാനകി പറയുന്നുണ്ട് കേട്ടോ ഭാവനയോട്. ഭാവന ആ ഒരു ടൈമിൽ ജാനകി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ അവൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഏത് സമയത്താണ് അവരുടെ സ്വഭാവം മാറുക എന്നുള്ളതിനൊരു നിശ്ചയമില്ല എന്ന് ഭാവനയ്ക്ക് അറിയാമായിരുന്നു. പിന്നീടാണ് അവിടേക്ക് വിജയപത്മൻ വരുന്നത് കേട്ടോ. അപ്പം വിജയന് ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഭാവന പറയുന്നുണ്ട്, വല്യമ്മയെ ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്കിട്ട് പുറത്തേക്കൊന്നും പോവല്ലേ. ഇന്ന് തന്നെ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ വല്യമ്മയുടെ സ്ഥിതി എന്തായിരിക്കും. കട്ടിൽ നിന്നും വീണ് തറയിൽ കിടക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത് ചികിത്സക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനിയും വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും വല്യച്ഛ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാണ്. എന്തായാലും വല്യമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നുണ്ടെന്ന് ഇതിൽ ഉറപ്പായി.